അങ്ങനെ പറഞ്ഞ പോലെ ആ ദിവസം വന്നെത്തി കഴിഞ്ഞു. നമുക്ക് പ്രവാസത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. മറ്റന്നാൾ ഞാൻ ദുബൈയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എനിക്കൊരു നല്ല യാത്രയപ്പും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് നമ്മളെ പയ്യന്മാർ ഒരു കട്ട പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ തുറപ്പന്മാരെയും വീട്ടിൽ നിന്ന് വിളിച്ച് വരുത്തിയിട്ട് കുത്തിന് പിടിച്ച് കാശ് വാങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. നെയ്ച്ചോറും ബീഫും വെക്കാം. അതിൽ ബീഫ് കഴിക്കാത്ത ആൾക്കാർക്ക് ഒരു കോഴിപ്പരട്ടും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മളിതാ ഇപ്പോൾ നമ്മുടെ മെയിൻ കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ ആദ്യം നമ്മൾ ചെയ്തത് നമുക്ക് വെളിച്ചത്തിന് ആവശ്യമായിട്ടുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അരി കഴുകണം, അതേപോലെ അടുപ്പുണ്ടാക്കണം. അപ്പോൾ ഞാൻ അരി കഴുകാൻ നിന്നു. ഇവിടെ പയ്യന്മാർ ഇത് പ്രസവിച്ചപ്പോൾ പോലും കറിയാത്ത ചെക്കന്മാരാണ്. ഉള്ളി വെട്ടിയിട്ട് കറിയുടെ കരച്ചിലുണ്ടില്ലേ. ചിലപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ വിഷമം കൂടി ഉണ്ടാവുക കണ്ണീരിൽ നിന്ന് എനിക്ക് തോന്നിയതായിരിക്കാം ചിലപ്പോൾ. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ അരി കഴുകാൻ പോയി. അരി ഇറച്ചി നന്നായിട്ട് കഴുകി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം. അതിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് നമ്മൾ അളിയനെ ഇവിടെ എത്തിയിട്ടുണ്ട്. മൂപ്പർക്ക് നമ്മുടെ കൂട്ടത്തിൽ എന്നും പരിപാടിയിൽ പങ്കെടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പയ്യന്മാരൊക്കെ കൂടെ നമുക്ക് അടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. എന്നും നമ്മൾ ഒരു അടുപ്പിലാണ് സെറ്റ് ചെയ്യാറ്. നമുക്ക് രണ്ട് അടുപ്പ് ആവശ്യമുണ്ട്. അതായത് നെയ്ച്ചോറും ഉണ്ടാക്കണം, കറികളും ഉണ്ടാക്കണം. അപ്പോൾ ഒരു അടുപ്പിൽ ഞാനിവിടെ നെയ്ച്ചോറ് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ കുക്കിങ്ങിന് വലിയ ഉഷാറും ഉന്മേഷം നമ്മളെ മുഖത്ത് ചിലപ്പോൾ കണ്ടുവന്ന് വരില്ല കേട്ടോ. അത് നാട്ടിൽ നിന്ന് തിരിച്ചു പോകാനുള്ള ഒരു വിഷമം നമ്മുടെ മുഖത്തൊക്കെ നല്ലോണം കാണുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട്. അതൊരു സത്യം തന്നെയാണ്. നമ്മളെ വീട്ടുകാരും കൂട്ടുകാരും പിരിഞ്ഞിട്ട് നമ്മൾ പോകാമെന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവും. എന്നത്തേക്കാളും വിഷമം ഇപ്രാവശ്യം കൂടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രവാസികൾ എന്നും എല്ലാവരും ഒപ്പം ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം നമ്മുടെ പ്രവാസത്തിലുള്ള കുറേ കൂട്ടുകാർ എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും നാട്ടിലുണ്ടായിരുന്നു. എല്ലാവരും കൂട്ടത്തിലുള്ള കുറേ യാത്രകളും പിന്നെ മീൻപിടുത്തും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്രാവശ്യം നല്ല രസമായിരുന്നു പരിപാടികളൊക്കെ. എല്ലാ വർഷവും ഇത്രയൊന്നും കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമം കൂടി ഇപ്രാവശ്യം കൂടുതലുണ്ടെന്ന് കണക്കൂട്ടിക്കോളിട്ടാ. വർത്തമാനത്തിൻ്റെ ഇടയിൽ നമുക്ക് അരി പാചകം ചെയ്യാനുള്ള വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരി ഇടാണ് കേട്ടോ. സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുക്കിംഗ് നടക്കണമല്ലോ. പിന്നെ നമ്മുടെ ബാക്കിയുള്ള പരിപാടിയൊക്കെ സലീമിനെയും മുത്തുവിനെയും ഏൽപ്പിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കൂടി വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ ആയിട്ട് സൈഡിലേക്ക് പോയി. അപ്പോൾ ചെക്കന്മാർ നമുക്കുള്ള ബീഫ് അതേപോലെ ചിക്കനക്കുള്ള ബാക്കിയുള്ള പച്ചക്കറിയും കൂടി അരിയുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ചോറ് ഇവിടെ വന്ന് ശരിയായിട്ടുണ്ട്. സലീമാണ് ഇന്ന് ചോറിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നമുക്ക് അതിൻ്റെ ഇടയിൽ കറി ഉണ്ടാക്കാനുണ്ട്. ഞാനപ്പോൾ അപ്പുറത്തേക്ക് മാറിയെന്ന്. അപ്പോൾ കറികളിൽ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ പരട്ടാണ് കേട്ടോ. ചിക്കൻ പരട്ടിനുള്ള എണ്ണ വെച്ചിട്ട് അതിലേക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ വാട്ടാനും പിടിക്കാനും ഇളക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുള്ള കാരണം നമുക്ക് കുറച്ച് റെസ്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ബീഫ് കഴിക്കാത്ത ആൾക്കാരാണ് നമ്മൾ നൂറിനെ പോലെയുള്ള ആൾക്കാർ ബീഫ് കഴിക്കാറില്ല. അപ്പോൾ അവർക്കുള്ളതാണ് ചിക്കൻ. പിന്നെ നമ്മളെ റെയിമിനെ കൊണ്ട് നമ്മൾ ടേസ്റ്റൊക്കെ നോക്കിച്ചു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉഷാറാണെന്ന് പറഞ്ഞു. അരി ഏകദേശം നമുക്ക് പാകമായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചിക്കനും നോക്കുന്നുണ്ട്. രണ്ടും കൂടി നോക്കിയിട്ട് നമ്മൾ ഇനി ബീഫിൻ്റെ കറി വെക്കാനായിട്ട് സൗദിയിൽ നിന്ന് വന്ന നമ്മളെ ഫ്രണ്ട് മുനവറിനെ ഏൽപ്പിച്ചിരിക്കണം കേട്ടോ. നമ്മളെക്കാളും ബീഫിൻ്റെ കാര്യത്തിൽ അവനാണ് പുലി. അപ്പോൾ എനിക്ക് കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ പയ്യന്മാരെ അവസാനത്തിൽ ലുഡോക്കിയിരുന്നു. ലുഡോയിൽ ഞാൻ തന്നെയാണ് ഇന്ന് ജയിച്ചേട്ടാ. പിന്നെ പോകാൻ നേരത്തെ നമ്മൾ തോൽപ്പിക്കുന്ന പതിവൊന്നും നമ്മളെ കൂട്ടുകാർക്കില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മുനവറിന് സഹായമായിട്ട് നമ്മളെ ജാസിം വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കിങ്ങുകളൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബീഫിനുള്ള മസാല വാട്ടിയിട്ട് അതിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൂറിൻ്റെ അധ്യക്ഷതയിലാണ് ഇന്ന് കാര്യമായിട്ട് നടക്കുന്നത്. മുനവറിൻ്റെ കൈപ്പണ്ടാരി നൂറാണ് കേട്ടോ. ജാസി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് വെക്കാൻ അവനാണ് പുലി. അതുകൊണ്ട് അവൻ തന്നെ ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീഫിട്ട് ഇളക്കി ഇനി നമുക്ക് കുറച്ച് നേരം വേവിച്ചാൽ നമുക്ക് ഭക്ഷണം എല്ലാം റെഡിയായി. ബാക്കിയുള്ളതൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് വീണ്ടും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം എല്ലാവരും സൗഹൃദബന്ധം നല്ല കീപ്പ് ചെയ്യുക. എല്ലാവരും ഇതേപോലെ ഒഴിവുള്ള സമയം കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ ബോണ്ടിങ് നമ്മൾ മരണപ്പെട്ടു പോകാനുള്ള ശരീരങ്ങളാണ്, ആത്മാക്കളാണ്. അതേപോലെ വാശിയും വൈരാഗ്യത്തിനൊന്നും നമ്മുടെ ഇടയിൽ സ്ഥാനം കൊടുക്കാതിരിക്കുക. എത്രത്തോളം നമുക്ക് കൂടുതൽ കൂട്ടുകാരൊപ്പം ഇരുന്ന് സംസാരിച്ചിരിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ആ നിമിഷങ്ങളൊക്കെ എന്നും ബാക്കിയിൽ ഉണ്ടാവുള്ളൂ. പ്രകൃതിക്ക് വരെ ഞാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നിയിട്ടുണ്ട്. നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഞങ്ങൾ ചെറിയ ടാർപ്പോളിനെ കൊണ്ട് മൂടിയിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ മേലെ പിടിച്ചിട്ട് അതിൻ്റെ വെള്ളം വീഴാതെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാലും അതിൻ്റെ ഇടയിൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതാ എല്ലാ സംഭവങ്ങളും നമ്മൾ ഉള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ഇരിക്കാനുള്ള ഇരിപ്പിടം തയ്യാറാക്കണം, പേപ്പർ വെച്ച് സെറ്റാക്കണം. ഇനി ചോറ് വിളമ്പണം, കഴിക്കണം. പിന്നെന്തോ ഇനി ഞാൻ പോകുന്നതിനുള്ള യാത്രയപ്പോൾ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കുറേ കരച്ചിലും കൂട്ടക്കരച്ചിലും എന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഭക്ഷണ രീതികളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവിധ സപ്പോർട്ടും നമുക്ക് തരണം. നമുക്ക് ഇതേപോലെ കുറേ മുന്നോട്ട് പോകാനാണ് നമ്മുടെ സൗഹൃദ കൂട്ടായ്മകളും നമ്മുടെ ഫ്രണ്ട്ഷിപ്പും എല്ലാം എല്ലാവരിലേക്ക് എത്തിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മളെ കളിയും ചിരിയും തമാശകളൊക്കെ നിങ്ങളും അംഗം ആവാൻ ശ്രമിക്കുക. അതേപോലെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ചേരാൻ ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് ഒഴിവുള്ള സമയത്ത് നമ്മൾ ഇന്ന നാട്ടുകാർ ഇന്ന ദേശക്കാരെന്നൊന്നുമില്ല, ആരും നമ്മൾ കൂട്ടും. എങ്ങനെയാലും ഫുഡൊക്കെ ഉഷാറായിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല ജാസി ചട്ടിയുടെ അടി വരെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ യാത്ര പറച്ചിലായിരുന്നു. കൂട്ടുകാരൊക്കെ വിഷമം കൊണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് അവസാനിച്ചല്ലോ. ഞാൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് നോക്കിയാൽ ഈ കട്ടയും പറച്ചിലും കരച്ചിലും തന്നെ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാലും എല്ലാവരും കെട്ടിപ്പിടിച്ച് നമ്മൾ ഭയങ്കര രസമായിട്ട് തന്നെ നമ്മൾ അവസാനത്തെ വിടവാങ്ങൽ ഉഷാറാക്കി. എല്ലാവരെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. നമ്മുടെ അച്ഛനും അൻവർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ ആൾക്കാർ കൂടുക എന്നല്ലാതെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോകാറില്ല ആരും. എങ്ങനെയാലും എല്ലാവരും എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നല്ല ഇടിമിന്നലോട് കൂടിയുള്ള മഴ അത് ജാസി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവന് പിന്നെ മഴ എന്ന് പറഞ്ഞാൽ പണ്ടേ ഭ്രാന്താണ്. അപ്പോൾ എൻ്റെ ഓരോ ചങ്കളോട് യാത്ര പറഞ്ഞ് എനിക്കിനി പോകാനുള്ള സമയമായി. നമ്മൾ യാത്ര പറയുന്ന ദിവസങ്ങളിൽ പിന്നെ നമുക്കധികം സമയമില്ല വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ മഴയാണ്, ഒരു പാകില്ല. ഉള്ള ഷർട്ട് ഊരിയിട്ട് തലയിൽ ചട്ടിയും കമ്മിയെത്തിയിട്ട് ഞാനാണ് പോകണം കേട്ടോ.